രാമരസം രസനേ പിബരേ രാമരസം. കേരളത്തിലെ അതിപുരാതന ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂറ്റുവേലി ശ്രീ ദുർഗാദേവി ക്ഷേത്രം. ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴമയും പ്രശസ്തിയുമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല നാഷണൽ ഹൈവേയിൽ തിരുവിഴ ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ കിഴക്കോട്ട് വന്നാൽ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് തൃക്കണ്ണാപുരം എന്ന സ്ഥലത്തു നിന്ന് ഒരു നമ്പൂതിരി ആത്മഭയത്താൽ തൻ്റെ ഉപാസനാമൂർത്തികളായ ദേവിയെയും ശിവനെയും വഹിച്ചുകൊണ്ട് തെക്കോട്ട് യാത്ര തുടർന്നു. വരുന്ന വഴിക്ക് ശിവബിംബത്തെ ജലാശയത്തിൽ ഉപേക്ഷിച്ച് ദേവി സമേതനായി ഈ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇവിടെ തെക്കേടം എന്ന സ്ഥലത്ത് തെക്കേടത്ത് ഭട്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗം ആൾക്കാർ താമസിച്ചിരുന്നു. അവർ ഈ ബ്രാഹ്മണനെ കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തതുമൂലം ഈ സ്ഥലത്തിന് കുറുവേലി എന്ന പേര് ലഭിക്കുകയും കാലക്രമത്തിൽ കൂറ്റുവേലി ആയി അറിയപ്പെടുന്നു. ഈ ബ്രാഹ്മണന്റെ ആഗ്രഹപ്രകാരവും തെക്കേടത്തും കുടുംബത്തിന്റെ അഭിലാഷമനുസരിച്ചും തൻ്റെ ഉപാസനാമൂർത്തിയായ ദേവിയെ പ്രത്യേകം ക്ഷേത്രം പണിത് പ്രതിഷ്ഠയും നടത്തി. മഴ, മഞ്ഞ്, വെയിൽ എന്നീ പ്രകൃതി ശക്തികളെ അതിജീവിച്ച് കഴിയുന്ന വനദുർഗ എന്ന ഒരു അപൂർവ ശക്തി സ്വരൂപിണിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ശ്രീകോവിലിന്റെ മുകൾ ഭാഗം പഴയ 4 പുരയുടെ മാതൃകയിൽ തുറന്നു കിടക്കുന്നതിനാൽ മഴ, മഞ്ഞ്, വെയിൽ എന്നിവ വിഗ്രഹത്തിൽ ഏൽക്കുന്നു എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേക സവിശേഷതയാണ്. വനസങ്കേതങ്ങളോടുകൂടി ആനമരുത എന്ന ഒരു അപൂർവ ദേവതയുടെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലുണ്ട്. ഗണപതി, ബ്രഹ്മരക്ഷസ്, യക്ഷി, രുതിരമാല, നാഗരാജാവ്, സർപ്പദൈവങ്ങൾ, അറുകൊല, ചാമുണ്ടി, പഠാനി എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട്. പണ്ട് ജലാശയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ശിവചൈതന്യത്തെ അഷ്ടമംഗല്യ പ്രശ്നത്തിലൂടെ കണ്ടെത്തുകയും പ്രത്യേകം ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. തെക്കേടത്തുള്ള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന്റെ അധീനതയിലാണ്. 1973 മുതൽ ഈ ക്ഷേത്രത്തിന്റെ ഭരണം നിർവഹിക്കുന്നത് ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം കൂറ്റുവേലി പ്രാദേശിക സഭയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശശി നമ്പൂതിരിപ്പാടും മേൽശാന്തി കൂറ്റുവേലി മഠത്തിൽ ശ്രീ ഗുരുരാജൻ പോറ്റിയുമാണ്. ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഭഗവതിയെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ എന്തൊന്നില്ലാത്ത അനുഭൂതിയും എന്തൊന്നില്ലാത്ത ശക്തിയും എന്തൊന്നില്ലാത്ത ഭക്തിയും മനസ്സിൽ ആറാടുന്നു. നമസ്കാരം. സ്വന്തം അനുജനായ ജഡായുവിനെ രക്ഷിക്കാൻ വേണ്ടി ചിറകിനടിയിലാക്കി സൂര്യതാപം സ്വയം ഏറ്റുവാങ്ങിയ സമ്പാദിയെ പറ്റി അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ സഹോദര സ്നേഹമാണ് പിന്നീട് ആസന്ന മരണസമയത്ത് വാനര സംഘത്തിന് സീതാ സന്ദർശനത്തിന് മാർഗനിർദ്ദേശം നൽകിയതും. സഹോദര സ്നേഹമെന്ന വികാരമാണ് ഊർമിളാദേവിയെ 14 വർഷം തനിച്ചാക്കി ലക്ഷ്മണൻ ശ്രീരാമദേവനെ അനുഗമിച്ചതും. സഹോദര സ്നേഹമെന്ന ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിബരേ രാമരസത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിബരേ രാമരസം ഭാവയാമി രഘുരാമം. ശ്രീ ഗുരുഭ്യോ നമഃ. ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള മഹത്തായ ഇതിഹാസമാണ് രാമായണം. ഭാരതത്തിന് പുറത്ത് ശ്രീലങ്ക, വിയറ്റ്നാം, മ്യാൻമാർ, ഇന്തോനേഷ്യ, മലേഷ്യ, ബാലി എന്നീ രാജ്യങ്ങളിലും
രാമായണം പ്രചാരത്തിലുണ്ട്. വാൽമീകി മഹർഷിയാൽ വിരചിതമായ വാൽമീകി രാമായണമാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത്. ഈ മഹൽ ഗ്രന്ഥത്തിൽ 7 കാണ്ഡങ്ങളിലായി 24,000 ശ്ലോകങ്ങളിലൂടെ രാമൻ്റെ അയനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ളത് ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. കർക്കിടക മാസം രാമായണ മാസമായി നാം എല്ലാം ആചരിച്ചു വരികയാണ്. ഈ പുണ്യമാസത്തിൽ ഈ മഹത് കൃതിയെ നമ്മുടെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്യമത്തിലൂടെ ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം തൃശ്ശൂർ ജില്ലാ യുവവേദിയുടെ ആഭിമുഖ്യത്തിൽ പിബരെ രാമരസം എന്ന ഒരു പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന് മുൻകൈയെടുത്ത എല്ലാ SPSS പ്രവർത്തകരെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കട്ടെ. ഇന്നത്തെ ഈ പരിപാടിയിൽ ഞാൻ രാമായണത്തിലെ നേതൃപാടവത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സത്യസന്ധത, ആർജവം, അതായത് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി, കറേജ് അഥവാ ധൈര്യം, തന്ത്രപരമായ കാഴ്ചപ്പാടും അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള പദ്ധതി രൂപരേഖയും, അതായത് സ്ട്രാറ്റജിക് വിഷൻ ആൻഡ് പ്ലാനിങ്, ദീനാനുകമ്പയും സഹാനുഭൂതിയും, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി അഥവാ ഉത്തരവാദിത്വം, ലീഡിങ് ഫ്രം ദ ഫ്രണ്ട്, അതുപോലെ തന്നെ തൻ്റെ അനുയായികളെ കൂടെയുള്ളവരെ ഉത്തേജിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നിവയൊക്കെയാണ് ഒരു നേതാവിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനമായ ഗുണഗണങ്ങൾ. രാമായണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിലെ മുഖ്യ കഥാപാത്രമായ ശ്രീ രാമചന്ദ്രപ്രഭു ഈ വിശേഷങ്ങളുടെയെല്ലാം സ്വഭാവ ഗുണങ്ങളുടെയെല്ലാം മൂർത്തിഭാവമാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്ത് വരും വരായകളുണ്ടായാലും ധർമ്മത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് തൻ്റെ കർത്തവ്യമെന്ന് രാമൻ കരുതി. അത് ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ്. യാഗരക്ഷയ്ക്കായി ശ്രീ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ താടക എന്ന രാക്ഷസിയെ വധിക്കുന്നു. സ്ത്രീഹത്യ പാപമാണെന്നറിയാമെങ്കിലും തൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ പാലിക്കുക എന്നത് തൻ്റെ ധർമ്മമാണെന്ന് കരുതിയാണ് രാമൻ ഈ കൃത്യം നിർവഹിക്കുന്നത്. വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ശ്രീ ദശരഥ മഹാരാജാവ് തൻ്റെ പ്രിയപത്നിയായ കൈകേയിക്ക് നൽകിയുള്ള വാക്ക് പാലിക്കാനായിട്ടുണ്ട് സിംഹാസനം വെടിഞ്ഞ് 14 വർഷം വനവാസം സ്വീകരിക്കാൻ രാമൻ നിശ്ചയിക്കുന്നത് ഒരു പുത്രധർമ്മം പാലിക്കുക എന്നുള്ള കർത്തവ്യമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ധർമ്മത്തോടുള്ള പ്രതിപത്തിയെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് സീതാ പരിത്യാഗവും ലക്ഷ്മണ പരിത്യാഗവും. ഒരു രാജാവിൻ്റെ ധർമ്മമാണ് അവരുടെ പ്രജകളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുക അല്ലെങ്കിൽ രാജ്യപാലനം നടത്തുക എന്ന്. അപ്പോൾ തൻ്റെ പ്രിയപത്നിയായ സീതാദേവിയെക്കുറിച്ച് അപവാദങ്ങൾ നാട്ടിലുടനീളം പ്രചരിക്കുന്നുണ്ട് എന്ന് ദൂതനാൽ മനസ്സിലാക്കിയ ശ്രീ രാമചന്ദ്രൻ തൻ്റെ എല്ലാമെല്ലാമായ പത്നി സീതാദേവി ഗർഭിണിയാണെങ്കിൽ പോലും ഈ അവസ്ഥയിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. തൻ്റെ പ്രജകളോടുള്ള കർത്തവ്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. അതുപോലെ തന്നെയാണ് യമധർമ്മ രാജാവിന് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനായി തൻ്റെ സർവസ്വമായ ലക്ഷ്മണ സഹോദരനെ പരിത്യജിക്കുന്നത്. ഇതുപോലെ എത്രയോ സന്ദർഭങ്ങൾ രാമൻ്റെ ധർമ്മ പാതയിലൂടെ സഞ്ചാരത്തിന് ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയും. മറ്റ് നേതൃത്വ ഗുണങ്ങൾ പ്രകടമാകുന്ന നിരവധി സന്ദർഭങ്ങൾ നമ്മുടെ രാമായണത്തിൽ ഉടനീളമുണ്ട്.
ഉന്നതമായ കാഴ്ചപ്പാടും അത് നടപ്പാക്കുന്നതിനാവശ്യമായ തന്ത്രപരമായ ഉൾക്കാഴ്ചയോടുകൂടിയ ഒരു രൂപരേഖയും ഒരു നേതാവിന് അവശ്യം ഉണ്ടായിരിക്കേണ്ടതാണ്. സീതാദേവിയെ വീണ്ടെടുക്കാനായി ലങ്കയിലേക്ക് പോകുവാൻ വേണ്ടി സേതുബന്ധനം നടപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ വാനരന്മാരെയും അതേപോലെ തന്നെ സർവ്വ ജന്തുജാലങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സേതുബന്ധനം നിർമ്മിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് ഈ നേതൃഗുണത്തിൻ്റെ ഉൾക്കാഴ്ചയായിട്ട് വേണം നമുക്ക് പരിഗണിക്കേണ്ടത്. അതേപോലെ തന്നെ ഏറ്റവും ചെറിയ ശത്രുവിനെ പോലും നാം നല്ല രീതിയിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്നതിൻ്റെ ഉത്തമോദരമാണ് രാമായണത്തിലെ വേറൊരു കഥാസന്ദർഭം. ദേവലോകത്തെ പോലും കീഴടക്കിയ ഇന്ദ്രമഹാരാജാവിനെ കീഴടക്കി ദേവലോകം സ്വന്തമാക്കിയ രാവണൻ ശുഗൻ്റെ സംവാദം കേട്ട് ഉപദേശം കേട്ട് സീതാദേവിയെ മോചിപ്പിച്ച് തൻ്റെ ജീവനെയും രാജ്യത്തെയും രക്ഷിക്കണമെന്ന ഉപദേശം നിരാകരിക്കുന്നത് വാനരസേവ തനിക്ക് ഒന്നുമല്ല, ഇന്ദ്രനെപ്പോലും ജയിക്കാൻ കഴിയുന്ന എനിക്ക് ഈ വാനര നിസ്സാരമാണ് എന്നുള്ള തോന്നലാണ് രാവണൻ്റെ മരണത്തിലും അതേപോലെ തന്നെ ലങ്കാരാജ്യത്തിൻ്റെ നാശത്തിനും വഴിവെച്ചത്. അപ്പോൾ ഏതൊരു ശത്രുവിനെയും നാം നിസ്സാരരായി കാണരുത് എന്നുള്ള പാഠമാണ് ഇവിടെ രാമായണത്തിൽ നാം ഈ കഥാസന്ദർഭത്തിലൂടെ കണ്ടുവരുന്നത്. എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേയും അതിൻ്റെ വരുംവരായിയെക്കുറിച്ച് നാം ഒരു നേതാവ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് മുൻപിൻ ആലോചനയില്ലാതെ തൻ്റെ സഹോദരി ശൂർപ്പണഖയുടെ വാക്കുകൾ കേട്ട് സീതാപഹരണത്തിനായി രാവണൻ മുതിരുന്നതും അതേപോലെ തന്നെ ലങ്കയിലെത്തിയതിന് ശേഷം ശുഗൻ്റെ ഉപദേശം കേട്ട് സീതാദേവിയെ മോചിപ്പിക്കുന്നതിന് പകരം ശ്രീരാമനുമായി യുദ്ധത്തിലേർപ്പെട്ട് തൻ്റെ മരണത്തിന് കാരണമാകുക എന്നുള്ളത്. ഏത് കാര്യത്തിനും നാം വരുംവരായികളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഒരു നേതാവിന് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. ഈ നേതൃഗുണത്തെക്കുറിച്ച് നമുക്ക് രാമായണത്തിലുടനീളം ഏറ്റവും മനോഹരമായ സന്ദർഭങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെയാണ് ഭരതൻ്റെ ചുമതലാബോധം, ധാർമ്മികത. തനിക്ക് ലഭിച്ച രാജ്യം തനിക്ക് അവകാശപ്പെട്ടതെന്നല്ലെന്ന് തൻ്റെ സഹോദരനായ ശ്രീരാമദേവനാണ് രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ള ഉത്തമ ധാരണയിൽ വനവാസത്തിന് പോയ രാമനെ സന്ദർശിച്ച് അദ്ദേഹം തിരിച്ചു വരാൻ താല്പര്യമില്ല എന്നറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദുകം സ്വീകരിച്ച് സിംഹാസനത്തിലെത്തി രാമന് വേണ്ടി രാജ്യം ഭരിച്ച ആ ധാർമ്മികതയും നമുക്ക് രാമായണത്തിലൂടെ ദർശിക്കാൻ കഴിയും. ലക്ഷ്മണൻ്റെ സഹോദര സ്നേഹം, അതുപോലെ മറ്റെല്ലാവരുടെയും പല നല്ല ഗുണങ്ങളും വർണ്ണിക്കുന്ന പല സന്ദർഭങ്ങളും രാമായണത്തിലുണ്ട്. രാമായണത്തിലുടനീളം ഇങ്ങനെയുള്ള നേതൃഗുണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നിത്യവും നാം രാമായണം പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. നല്ലൊരു ധാർമ്മിക ബോധം നമ്മളിൽ ഉടലെടുക്കുകയും ചെയ്യും. എല്ലാവർക്കും എൻ്റെ രാമായണ മാസം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം തത്സത്. പിബരേ രാമരസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ മാ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമോപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. രാമരാവണ യുദ്ധം.
യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കുപ്പിടുപ്പിപ്പുറപ്പെട്ടാൻ. വാരിധി പോലെ വരുന്നതു മാരുതി മുമ്പാമ്പി കവികൾ കണ്ടെത്രയും. ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോട് പോർ ചെയ്തൊടുക്കിയിടുവാൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുപോൾ കേവരും എന്നരുൾ ചെയ്തു. നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈകൊണ്ടു രാഘവൻ കോപേന ബാണശാലങ്ങൾ തൂക്കിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേതിനെങ്ങത്ര രാമന്മാരുണ്ടെന്നതുപോലെ രാമമയമാച്ചമഞ്ഞിതു സംക്രമ ഭൂമിയിലുമെന്തൊരു വൈഭവമന്നേരം. എന്നോട് തന്നെ പൊരുന്നിതു രാഘവൻ എന്നെന്നു തോന്നി രജനീചരക്കൊക്കവേ. 12 നാഴിക നേരമൊരു പോലെ യാതുദാനാവലിയോടു രഘുത്തമൻ അസ്ത്രം വരിഷിച്ച നേരമാക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസരെ രാത്രി നിശാചരൻ വാനരൻ മേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു. മേതുരന്മാരായ രാക്ഷസ വീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കദന്തങ്ങളും കാളിനി ശീതിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകകൾ പേയും പെരുത്തു ഭയങ്കരമാവണ്ണം. രാമചാപത്തിൻ മണീതൻ നിനാദവും വ്യോമമാർഗേ തുടരെ കേട്ടു. ദേവഗന്ധർവയാക്ഷസോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ തുതിച്ചു തുടങ്ങിനാൻ ആകാശചാരികൾ ആനന്ദപൂർവകം. 12 നാഴിക കൊണ്ടു നിശാചരൻ മേദിനി തന്നിൽ വീണിടിനാനൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നക്കർ ബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനർക്കഥനയും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്നിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവൻ അന്നേരം. മർക്കടനായകന്മാരോടരുൾ ചെയ്തു തിക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശ്വനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസ രാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാൻ. താത സഹോദര നന്ദന വല്ലഭാനാഥ നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായേറ്റം വിരൂപമായുള്ളൊരു നക്തഞ്ചരാധിപ സോദരീ രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നത് മറ്റില്ല കാരണം. ശൂർപ്പണേക്കെന്തു കുറ്റമതിൽ പരം പേപ്പോരുമാളവല്ലയോ ദശകന്ധരൻ വാനകിയെ കൊതിച്ചാശുകുലം ഉലമുടിച്ചൊരു മൂടൻ മഹാപാപി രാവണൻ. അർദ്ധപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചിരു വിത്രാരിപുത്രനെ മാതി മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും. മാരുതി വന്നിവിടെ ചെയ്തു കർമ്മവും വാരുതിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയും ഉണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവും. സിദ്ധമല്ലായിൽ വിഭീഷണൻ ചൊല്ലിനാൻ മുക്തനായതു ധിക്കരിച്ചിടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരും അവൻ. നീചനീവൻ കുലമൊക്കെ മുടിപ്പതിനാചാരി ആചരിച്ചാനിതു നന്മരണത്തിലും നല്ല സദന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ളത് മധ്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു താൻ വല്ലായ്മ ചെയ്തതുമെല്ലൊന്നു മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമ്മരീയാതെ മടക്കിനാൻ. ഏറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിയാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർദ്ധമന്യേയാണ് നിത്യമാർജിക്കയും നിത്രദിനത്തെ ചെറുത്തു ചമയ്ക്കയും. ബ്രാഹ്മണരെ കൊല ചെയ്തതും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ ഇടയ്ക്കയും പാരം ഗുരുജനദോഷമുണ്ടിവനല്ല
വനേരെയുമില്ല കൃപായും ഒരിക്കലും ഇമ്മഹാപാപി ചെയ്തോരു കർമ്മത്തിനാൽ നന്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തം സ്ത്രീ ജനത്തിൽ വിലാപങ്ങൾ നത്തഞ്ചരാധിപൻ കേട്ട് ദുഃഖാർത്തനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനെ യുദ്ധത്തിനാശു പുറപ്പെടുമെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും. അതിൽ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തര ഗോപുരത്തൂടെ പുറപ്പെട്ടു ശാസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാൽ ഏറ്റവും നിമിത്തങ്ങൾ ഉണ്ടായതു ആദരിച്ചുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപമെന്നിയേ വാനരവീരരും രാക്ഷസന്മാരോടെതിർത്തോരു കണ്ടേറ്റമുക്കോടടുത്തു നിശാചര വീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരങ്ങേരം വാഹനമാക്കിയ വാരണവീരനേന സാഹസം കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു വിരൂപവിലോചനൻ ചെന്നിതു വാഴും പരിചയം കൈകൊണ്ടു കുന്നുകൊണ്ടെന്നറിഞ്ഞാൽ കവിരാജനും നന്നായിതെന്നു നിരൂപാക്ഷനും അത വെട്ടിനാൻ വാനരരായ വക്ഷസി പുഷ്ടകോപത്തോടെ മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനത് കണ്ടവൻ തെറ്റെന്നു കലാലപുരം ബുക്കുമേവിനാൽ തേരിലേറിക്കൊണ്ടെടുത്താൻ മഹോദരൻ തേരും കകർത്തു സുഗ്രീവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ടതി ക്രുദ്ധനായി വന്നെടുത്താൻ മഹാപാർശ്വനും അങ്കദൻ കൊന്നാനവനെയും എന്നേരം പൊങ്ങും മെഴികളോടാശാരാധീശനും പേർമതത്തോടും അടുത്തു കവികളെ താമസശാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനുഴിയിൽ രാമനും മൈന്ദ്രാസ്ത്രമെയ്തു തൊടുത്തതു താമസശാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ അസുരമസ്ത്രയും മെയ്താനളതു വന്നളു വാതുരന്മാരായുധാശു കവികളും വാരണസുകുരസു കുക്കുടകോഷ്ടകസാരമയോരഗൈരിഭാവായന വാനരസിംഹരൂരു മൃഗകാഗൃദ്ധനായി വരുമാസുരാസ്ത്രാത്മകം ബൽ മുൽകരപ്പെട്ട സശക്തിപരശ്വത ഖഡ്ഗപൂലപ്രാസപ്രാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാക്തനയ വസ്ത്രമേതാൻ മൻവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നിയന്നിത്തരം ജ്യോതിർമയായി ചെന്നു നിറഞ്ഞളവാസുര വസ്ത്രവും പോയി മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമെൻ തൽപേതരായുധം കാണായിതെന്തികെ ഗന്ധർവ വസ്ത്രം പ്രയോഗിച്ചതിനെയും ശബ്ദമാക്കിയിടിനാൻ മാനവവീരനും സൗര്യാസ്ത്രമേതാൻ ദശാനനം നേരം ധൈര്യേണ രാഘവൻ പ്രസ്തുതമേതം ഖണ്ഡിച്ചു നേരം അഖണ്ഡല വൈരിയും ചണ്ഡകാരാംശു സമങ്ങളാം ബാണങ്ങൾ പത്തുകൊണ്ടെയ്തു മർമ്മങ്ങൾ ഖേദിച്ചള വൃത്തവ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളായ താനതുകൊണ്ടുടൻ കീറി മുറിഞ്ഞിരു നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണൻ 7 ശരങ്ങളാലുക്കോട് തൽക്ഷേണ കേതു ബന്ധിച്ചു അഖണ്ഡിച്ചു വാഴ്ത്തിയിടിനാൻ 5 ശരവേദു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ശാപവും അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനത് നേരം ദശാനനൻ ഭൂതലേ ചാടി വിനാശു വേൽക്കൊണ്ടതിനാ ക്രോധരാൽ വിഭീഷണനെ പ്രയോഗിച്ചതു ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 നുറുങ്ങി മഹീതലേ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരു വേൽ കൊയ്ക്കൊണ്ടു ചാട്ടുവാൻ ഓങ്ങിയ നേരത്ത് ലക്ഷ്മണൻ മുൽപ്പുക്ക് ബാണങ്ങൾ എയ്തിതു നക്തഞ്ചരാധിപൻ തന്നൊരുടുക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചു വാറു വിഭീഷണനെ തഥാ രക്ഷിക്കൽ നിന്നു നിന്നെ പുനരന്നുടെ ശക്തി വരുന്നതോ കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ കണ്ടിക്കവേ ഇതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്നു തറച്ചിതു മാറത്ത് ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുത് അന്നുടൻ വിവസ്ത്രനാഥത്ര വീണുകുമാരനും വേൽക്കൊണ്ടു ലക്ഷ്മണൻ വീണിതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തിപ്പറിപ്പതിനാർക്കും കവികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോടു മുറിച്ചെറിഞ്ഞേടിനാൽ മുത്രമിത്രനായ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരുൾ ചെയ്തിരാൽ ലക്ഷ്മണൻ തന്നെ ചുറ്റുമിരുന്നിനെ രക്ഷിച്ചു കൊൾവിൻ വിഷാദിക്കരുതേതും ദുഃഖസമയമില്ലിപ്പോൾ ഉഴറോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ട് ഞാൻ കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊൾവിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കര കൗശലം ചക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ ആത്മരാധികളോടൊരുമിച്ചു
മാരുതിയിൽ ചിറകെട്ടിക്കിടന്നതും പേരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുക്തനായതു. രാവണനും ബദരാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതിന് രാത്രിഞ്ചരനെ കൊല്ലുവാൻ നിർണയം. മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദീപങ്ങളും സപ്താംബുദികളും സപ്താചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും. പരിചു ഞാൻ ആയോധന ദശകണ്ഠനെ കൊൽവാനും ആയുധവാണി എന്നാകിൽ നിസ്സംശയം. ദേവാസുരോഗചരണതാപസരേവരെയും കണ്ടറിയേണം മമബലം. യുദ്ധമുരുൾ ചെയ്തു അസ്ത്രങ്ങളേതു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശ്വരനും ഉത്സാഹം ഉൾക്കൊണ്ടു നോക്കി തുടങ്ങിനാൻ. രാഘവ രാവണന്മാർ തമ്മിലിങ്ങനെ വേഗങ്ങൾ മാറി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണലി കൊണ്ട് മുഴങ്ങി ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിലാതി മുഴുത്തു രഘുകുലനായകൻ. താരേയാതാതനോടരുൾ ചെയ്തു ശരീരതയില്ല യുദ്ധത്തിനേതുമേ മമ. ഭൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനീ രാധാവ് തന്നോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മൃഗന്നതില്ലുമേ കൽപ്പവുമില്ലാതെ ചമഞ്ഞു മുഖ്യ. നിൽപ്പാനുമേതു തകരുതു മനസ്സിനും വിഭ്രമം മേറി വരുന്നിതു മേൽക്കുമേൽ. ദുഷ്ടനെ കൊല്ലുവാനും വായും കണ്ടീല നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരനെന്നു നിർണയം. വക്രനേത്രങ്ങൾക്കതുമേതും വികാരമില്ലത്തൽ തീർന്നിപ്പോളൂ. ഉണരും അവരജൻ എന്നുണർത്തിച്ചൊലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചെന്നാൻ സുശേഷനും. മുന്നേക്കണക്കെ വിശല്യകരണികാവുന്ന മരുന്നിനു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോട് ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കബീവരൻ മുന്നമിരുന്നു വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ. തുമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. പിബരേ രാമരസം നമസ്കാരം. രാമായണത്തിലെ അതിശക്തനായ കഥാപാത്രമാണ് ബാലി. ബാലിയുടെ ജനനത്തെക്കുറിച്ച് ഉത്തരരാമായണത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു. ഒരിക്കൽ ഭർത്താവിനോട് ഭക്തിയുള്ള ശീലാവതി കുഷ്ഠരോഗിയായ തൻ്റെ ഭർത്താവായ ഉഗ്രതപസിനെ തോളിലേറ്റി ഒരു രാത്രി വേശ്യയുടെ വീട്ടിലേക്ക് പോയി. വഴിയിൽ രാജാവിൻ്റെ കൽപ്പനപ്രകാരം തൃശൂലത്തിൽ കയറ്റിയ സന്യാസിയായ അണിമണ്ഡവ്യൻ വേദനയോടെ കൈകാലുകൾ ഇട്ടടിക്കുന്നത് ശീലാവതിയുടെയും ഉഗ്രതപസിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു. തൃശൂലത്തിൽ കിടന്ന് അണിമണ്ഡവ്യൻ ശീലാവതിയെയും ഉഗ്രതപസിനെയും കണ്ടു. ഉഗ്രതപസിൻ്റെ കാമുകീഭാവം കണ്ട് സൂര്യോദയത്തിനു മുമ്പ് അവൻ മരിക്കുമെന്ന് ശപിച്ചു. ശാപം കേട്ട് ശുദ്ധിയും വിശ്വസ്തതയുമുള്ള പത്നിയായ ശീലാവതി പറഞ്ഞു, നാളെ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ. അടുത്ത ദിവസം സമയമായിട്ടും സൂര്യൻ ഉദിച്ചില്ല. രാത്രി നീണ്ടു. സൂര്യൻ്റെ തേരാളിയായ അരുണൻ സാധാരണ സമയത്ത് തയ്യാറായിരുന്നെങ്കിലും സൂര്യൻ അനങ്ങാതെ ഇരിക്കുന്നത് കണ്ടു. സമയം പാഴാക്കുന്നത് സാരഥിക്ക് അസഹനീയമായിരുന്നു. അതിനാൽ ദേവലോകത്ത് സ്വർഗസുന്ദരിമാരുടെ നൃത്തത്തിന് അല്പം സാക്ഷ്യം വഹിച്ചുകൊണ്ട് തൻ്റെ സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ പുരുഷന്മാർക്ക് അവിടേക്ക് പ്രവേശനമില്ലായിരുന്നു. അങ്ങനെ അരുണൻ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം ധരിച്ച് അകത്ത് കയറി. കാണാൻ അതിസുന്ദരിയായ പുതിയ വ്യക്തിയെ കണ്ട് ഇന്ദ്രൻ സ്വർഗീയ പരിചാരകരുടെ നടുവിലിരുന്നു. അവൻ അവളെ രഹസ്യമായി ഇരുണ്ട മുറിയിലേക്ക് കൊണ്ടുപോയി. ആ ബന്ധത്തിൽ നിന്നും ഒരു മകൻ ജനിച്ചു. അവനാണ് ബാലി. അരുണൻ തിരികെ വരുമ്പോൾ സൂര്യൻ ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു. അവനെ ഭയന്ന് അരുണൻ സൂര്യനോട് എല്ലാം തുറന്നു പറഞ്ഞു. കഥ മുഴുവൻ കേട്ടപ്പോൾ സൂര്യൻ അരുണൻ സ്വീകരിച്ച ആ സ്ത്രീരൂപം ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ അരുണൻ വീണ്ടും സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലായി. സൂര്യനും അവളുമായുള്ള ബന്ധത്തിൽ ഒരു മകൻ ജനിച്ചു. അവനാണ് സുഗ്രീവൻ. 2 മക്കളെയും എടുത്ത് അരുണൻ മക്കളില്ലാത്ത അഹല്യാദേവിക്ക് നൽകി സൂര്യനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പുത്രന്മാരെ കിട്ടിയതു മുതൽ ഭർത്തൃശുശ്രൂഷകൾ മറന്നുപോയ അഹല്യ ഭർത്താവായ ഗൗതമ മഹർഷിയുടെ നിത്യനിദാന കർമ്മങ്ങൾ പലതും ചെയ്യാൻ കൂട്ടാക്കാതെ മുടക്കുകയും പുത്രശുശ്രൂഷയിൽ മാത്രം മുഴുകിയിരിക്കുകയും ചെയ്തു.
ഇത് സഹിക്കവയ്യാതെ വന്നപ്പോൾ ഗൗതമമുനി ബാലിസുഗ്രീവന്മാരെ കുരങ്ങുകളായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. തുടർന്ന് ജാമ്പവാൻ ഇവരെ കിഷ്കിന്ധയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ബാലിയെ കിഷ്കിന്ധയിലെ രാജാവായി വാഴിക്കുകയും ചെയ്തു. ബാലിയുടെ പിതാമഹനായ കശ്യപ പ്രജാപതി പരമശിവനെ പ്രസാദിക്കാൻ കഠിനമായ തപസ്സു ചെയ്തു. തപസ്സിൻ്റെ കഠിനതയിൽ ഭഗവാൻ പ്രസാദിക്കുകയും ഒരു ദിവ്യമായ മാല പരമശിവൻ കശ്യപ പ്രജാപതിക്ക് സമ്മാനിക്കുകയും ചെയ്തു. എന്നിട്ട് കശ്യപ പ്രജാപതിയോട് പറഞ്ഞു, ഈ മാലയും കഴുത്തിലിട്ട് യുദ്ധത്തിന് പോയാൽ ശത്രുവിൻ്റെ പകുതി ബലം കഴുത്തിലിടുന്നവന് ലഭിക്കുമെന്ന വരവും നൽകി. കശ്യപ പ്രജാപതി ആ മാല തൻ്റെ മകനായ ഇന്ദ്രന് നൽകുകയും ഇന്ദ്രൻ ആ മാല തൻ്റെ മകനായ ബാലിക്ക് നൽകുകയും ചെയ്തു. കശ്യപ പ്രജാപതി മഹർഷിയായതിനാലും യുദ്ധത്തിന് താല്പര്യമില്ലാത്ത ആളായതിനാലും ഈ മാല തൻ്റെ മകന് ആയ ഇന്ദ്രന് നൽകിയത് ഇക്കാരണത്താലാണ്. പുത്രൻ പണ്ട് പാലാഴി മഥനം ചെയ്ത കാലത്ത് ക്ഷീരക്കടലിൽ നിന്ന് ഒരു സ്ത്രീ പൊങ്ങി വന്നു. ആ സ്ത്രീയാണ് താര. പിന്നീട് താര ബാലിയുടെ പത്നിയാവുകയും ഇതിൽ ഇവർക്ക് ശക്തനായ ഒരു മകനുണ്ടാവുകയും ഇവനാണ് അംഗദൻ. പാലാഴി മഥന സമയത്ത് ദേവന്മാരും അസുരന്മാരും ക്ഷീണിച്ച് അവശരായിരിക്കുമ്പോൾ ബാലിയാണ് വാസുകിയുടെ തല ഒരു കൈകൊണ്ടും വാല് മറ്റേ കൈകൊണ്ടും പിടിച്ച് മന്ദരപർവ്വതത്തെ ഒരു പമ്പരം കറക്കും പോലെ കറക്കിയത്. ബാലിയുടെ ഈ അപാര ശക്തി കേട്ട് രാവണൻ ബാലിയെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ കിഷ്കിന്ധയിലേക്ക് എത്തുകയും ചെയ്തു. ബാലിക്ക് ഇതറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ തരൺ രാവണൻ്റെ അടുത്ത് ചെന്ന് ബാലിയുടെ ശക്തിയെക്കുറിച്ച് വിവരിക്കുകയും ബാലിക്ക് എതിരാളിയുടെ പകുതി വീര്യം ലഭിച്ച വരത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. ഈ വിചിത്രമായ വരം കേട്ടപ്പോൾ സ്വന്തം ശക്തിയിൽ അപാരമായ അഹങ്കാരമുണ്ടായുള്ള രാവണൻ ബാലിയെ കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചു. രാവിലെ കുളിക്കാനായി കടൽ തീരത്തേക്ക് പോകുമ്പോൾ ബാലിയെ പിറകിൽ പോയി കൊല്ലണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പിറ്റേന്ന് ബാലി കിഴക്കൻ കടൽ തീരത്ത് പോയി പ്രാർത്ഥനയും ധ്യാനവും ആരംഭിച്ചു. രാവണൻ പിന്നിൽ നിന്ന് ബാലിയെ സമീപിച്ച് അവനോട് ചേർന്നിരുന്നു. ഒരുപക്ഷെ രാവണൻ്റെ ആശയം ബാലിയെ വാലിൽ പിടിച്ച് നിലത്തടിക്കുക എന്നതായിരിക്കാം. തൻ്റെ പുറകിൽ രാവണൻ ഇരിക്കുന്നത് ബാലി അറിഞ്ഞു. എന്നാൽ ഒന്നും അറിയില്ലെന്ന് നടിച്ച് തൻ്റെ നീണ്ട വാൽ രാവണൻ്റെ ശരീരത്തിൽ വെക്കുകയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും നീളത്തിലും വീതിയിലും കടത്തിവിടുകയും ഒരു കെട്ടായി വായുവിലേക്ക് കുതിക്കുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം സാധാരണ സന്ദർശിക്കാറുള്ള 4 സമുദ്രങ്ങളിൽ ചാടി സന്ദർശിച്ച് തിരിച്ച് കിഷ്കിന്ധയിൽ തിരിച്ചെത്തുകയും ചെയ്തു. ബാലിയുടെ വാലിൽ തൂങ്ങിക്കിടക്കുന്ന രാവണനെ കണ്ട് സ്ത്രീകൾ പോലും ചിരിച്ചു. അങ്ങനെ രാവണൻ പരാജയം സമ്മതിച്ചു. ബാലി രാവണനെ പരിക്കേൽപ്പിക്കാതെ വിട്ടയക്കുകയും ചെയ്തു. പണ്ട് ദുന്ദുബി എന്നു പേരോടുകൂടിയ അതിബലവാനായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ വൈകുണ്ഠത്തിൽ വെച്ച് മഹിഷവേഷം ധരിച്ച് ശ്രീനാരായണനെ യുദ്ധത്തിന് വിളിച്ചു. ഭഗവാൻ ശ്രീനാരായണൻ അവനോട് കൈലാസത്തിൽ ചെന്ന് പരമശിവനോട് യുദ്ധം ചെയ്യുവാൻ പറഞ്ഞു. ദുന്ദുബി കൈലാസത്തിലെത്തി പരമശിവനോട് യുദ്ധത്തിന് പോർ വിളിച്ചു. ത്രിമൂർത്തികളിൽ പരമശിവനും വിഷ്ണുവിനോടും യുദ്ധം ചെയ്യുവാൻ ദുന്ദുബിക്ക് കഴിവില്ല എന്നുള്ളത് മനസ്സിലായ പരമശിവൻ ദേവലോകത്ത് ചെന്ന് ഇന്ദ്രനോട് യുദ്ധം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ദുന്ദുബി ദേവലോകത്ത് പോയി ഇന്ദ്രനെ യുദ്ധത്തിന് വിളിച്ചു. ഇന്ദ്രൻ അവനോട് കിഷ്കിന്ധയിൽ ചെന്ന് ബാലിയോട് യുദ്ധം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ദുന്ദുബി കിഷ്കിന്ധയിലെത്തി ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ബാലി അവൻ്റെ കൊമ്പ് പിടിച്ച് വലിച്ച് പലതവണ തലയ്ക്കുമീതെ വട്ടം ചുറ്റി നിലത്തടിച്ചു. ഒടുവിൽ തല പിടിച്ച് ദേഹത്തിൽ നിന്നും വേർപെടുത്തിയെടുത്ത് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് ചെന്ന് വീണത് മാതംഗ മഹർഷിയുടെ ആശ്രമസ്ഥലത്താണ്. ആ മഹർഷിയുടെ ആശ്രമസ്ഥലം ദുന്ദുബിയുടെ തല വീണ് അശുദ്ധമായതിനാൽ എൻ്റെ ആശ്രമം അശുദ്ധമാക്കിയവൻ ഈ മലയിൽ കയറിയാൽ അവൻ്റെ തല പൊട്ടിത്തെറിച്ചു പോകട്ടെ എന്ന് ശപിച്ചത്. ഈ മലയാണ് ബാലികേറാമല അഥവാ ഋഷ്യമൂകാചലം. പിബരേ രാമരസം രാമരസം
राम राम पाहि राम 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 काम कमनीय कांग हेमांबर मुख विकसित काम कमनीय कांग हेमांबर मुख विकसित सोम सोम विनुत नृप ललाम महित कातिसीम सोम सोम विनुत नृप ललाम महित कातिसीम राम राम पाहि राम 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 पाहि राम पालित कौशिक सवन पद्मनाभ मरुतवन पालित कौशिक सवन पद्मनाभ मरुतवन नीलगात्र गुणभवन नीतिहीन घन पवन नील गात्र गुण भवन नीतिहीन घन पवन साल भेद कृत चवन सरोजाक्ष भृत भुवन राम राम पाहि राम 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 पिबरे रामरसम् पिबरे रामरसम् पिबरे रामरसं रसने पिबरे राम